विलियम कहाँ से हैं आप? केरला सर 100% लिटरेसी सर. എടാ തലയിൽ സാരി ചുറ്റിക്കൊണ്ട് ഇറങ്ങണവനെ, നിനക്കൊക്കെ 75% ലിറ്ററസി ഉണ്ട്. അത് എന്ത് പുണ്ണാക്കിനാണ് തന്നതെന്ന് അറിയാൻ പാടില്ല. നീക്ക് ആരെ കണ്ടിപ്പൈപ്പ് ഉണ്ടാക്കി കൊടുത്തിട്ട് ഈ ലിറ്ററസി മുഞ്ചിച്ച് വെച്ചിരിക്കണേ. എടാ മൈത്താണ്ടികളെ, ഒരാൾക്ക് സംസാരിക്കുമ്പോൾ അയാൾ എന്താണ് അവിടെ സംസാരിക്കുന്നത്, അയാൾ അല്ലെങ്കിൽ എന്താണ് അവിടെ പറയുന്നത്, അയാൾക്ക് പേഴ്സണലി ഒരു പാർട്ടിയോടുള്ള അനുഭവമില്ല എന്നല്ലേ അവര് പറയുന്നത്. വേറെ എന്റെ തന്തയ്ക്കൊന്നുമില്ലല്ലോ ഒന്ന് വിളിച്ച്. ഇമാതി പെലയാടി മോന്മാരെ കൊണ്ട് തോറ്റ് കുറെ കുണ്ണുകൾ ഇറങ്ങിയിട്ടുണ്ട്. എന്താണ് പാക്കേത് തേങ്ങ എഴുതുന്ന കുറെ പെലയാടി മോന്മാർ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ പേരെന്ത് വലിയ ചെയ്യുമുള്ള എന്റെ പൊന്നു എന്ത് മൈത്താണ്ടികളാണ്. ഒരു കൊച്ചിൻ്റെ അടുത്ത് ചോദിക്കേണ്ട ചോദ്യം ഒന്നും ചോദിക്കണേ. Your parents have sex every day for the rest of your life, or would you join in once and stop it forever? എടാ പായിപ്പുണ്ടേ, ഓൾറെഡി നിനക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. It wasn't just inappropriate, it wasn't even funny. Comedy is not my forte. I'm just here to say sorry. എന്നാലും ഒരു കാര്യം എന്ന് പറയാം, ഇത് ഇന്ത്യയാണ്. ഇന്ത്യയിൽ ലിറ്ററസി എന്ന് പറയുന്ന സാധനം ആരും പാർക്കോ അല്ലെങ്കിൽ മറ്റേ നിന്റെയൊക്കെ പോലെ മറ്റേ നക്കിക്കൊടുത്തുണ്ടാക്കുന്നതല്ല. കേരളത്തിൽ 100% ലിറ്ററസി ഉണ്ടെങ്കിൽ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നീ ഈ വീഡിയോസ് ഒന്ന് കണ്ടോ. One state with a surplus of oxygen amidst a mounting COVID crisis. And no points for guessing, that state is Kerala. Kerala has actually increased its oxygen availability by 58% over the last 1 year. So how is India's only oxygen surplus state managing the crisis, and why can't their model be followed by other states? State of India, Kerala. Kerala fight virus cases like Nipah, Zika. They have been quite efficient. India's southern tourist state of Kerala. Kerala is one state that has developed its health infrastructure really well. Nurse from Kerala. Kerala Sarkara. Today we are going to focus on Kerala. The Keralites or Malayalams function smoothly without the contribution of Malayali staff members. Look like the Modi government may be willing to take a page from Kerala's example here. Kerala is a world-class state. Don't think of Kerala as down south. Kerala is up north of Europe. It is equivalent to Europe in the way people behave, in the way our hospitals work, in the way people's minds are, in the way our per capita is. So please don't confuse Kerala with anywhere in India. This is unique. Kerala is a state of 35 million people, 17 million women. Of the 17 million women, 4.5 million of them are members of a cooperative called Kudumbushri. It's an extraordinary state because people are organized into trade unions, women's organizations, cooperatives of all kinds. ഇപ്പൊ മനസ്സിലായല്ലോ നിനക്ക്. പിന്നെ നിനക്ക് ഇനിയും ലിറ്ററസി എന്താണ് അല്ലെങ്കിൽ മലയാളികളെ തൊട്ട എന്താണ് എന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് മക്കളുടെ കമന്റ് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതാ ഈ കിടക്കുന്ന മെസ്സേജസ് ഇല്ലേ, ഇതൊക്കെ ഒന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്ത് ഫ്രീ കിട്ടുന്ന ടൈമിൽ ഒന്ന് നോക്കിയാൽ മതി. അപ്പം മനസ്സിലാവും എന്തൊക്കെയാണ് ലിറ്ററസി. എടാ നമ്മൾ ചുമ്മാ കളി പറയുന്നത് പോലത്തെ സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്തെന്നറിയോ, 29 സംസ്ഥാനത്ത് പോലും ഇന്ത്യയിൽ 29 സംസ്ഥാനത്ത് പറയണെന്തിന്. എടാ ഈ ലോകത്ത് ഉള്ള ഏത് രാജ്യത്ത് പോയാലും ആ രാജ്യത്തെ ഭാഷ അറിയാമെന്നുള്ള, അതായത് ആൾതാമസമുള്ള ഏത് രാജ്യത്ത് പോയാലും അവിടെ സംസാരിക്കുന്ന ലോക്കൽ ലാംഗ്വേജ് അറിയാമെന്നുള്ള ഒരു മലയാളിയെങ്കിലും കാണും. ക്ലിയറായിട്ട് കേട്ടോ, ഇന്ത്യക്കാരനെന്നല്ല ഞാൻ പറയുന്നത്, ഒരു മലയാളി ഒരു മലയാളി എന്തായാലും ഉണ്ടാവും. സോ മലയാളികളെ കയറി ചവിട്ടി താത്തല്ലേ. എടാ നമുക്ക് ഹിന്ദി അറിയാം, മലയാളം അറിയാം, ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ തമിഴ് സംസാരിക്കാം, വേറെ ഏതൊക്കെ ഭാഷ. ഇതൊന്നും അല്ല, ഈ കാനഡയിലും ജർമ്മനിയിലൊക്കെ പോകുന്നവർ ആ ഭാഷകൾ സംസാരിക്കുന്നവരുണ്ട്, കനേഡിയൻ ഭാഷകൾ സംസാരിക്കുന്നവരുണ്ട്. ഇതൊന്നും നമുക്ക് ആരും മറ്റേ എടുത്തു തരണമെന്നില്ല, നമ്മളെല്ലാം പഠിക്കണ തന്നെയാണ്. സോ ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കിക്കോളാം, മലയാളികൾ ചൊറിയാൻ നിൽക്കൽ. നിന്നെ പോലെ മറ്റേ തലയിൽ താരി ചുറ്റി നടക്കുന്ന ടീംസ് അല്ല മലയാളികൾ. ചങ്കപ്പുള്ള നട്ടലുള്ള മലയാളികൾ നിരന്നിന്നാലേ നിന്റെയൊക്കെ പിടുക്ക വിറയ്ക്കും. എന്തോന്ന് മനസ്സിലായ? പിടുക്ക വിറയ്ക്കും. അതിനുള്ള ധൈര്യം നിനക്കൊക്കെ ഉള്ളൂ. അതാദ്യം നീയൊക്കെ മനസ്സിലാക്കും. മലയാളികൾ എന്താണ്, മലയാളികൾ എങ്ങനെയാണ് എന്ന് നിനക്ക് അറിയില്ല. അതിൻ്റെ ബുദ്ധിയില്ലായ്മയാണ് നീ കാണിച്ചത്. എന്തായാലും കുഴപ്പമില്ല, കമന്റ് ബോക്സിൽ പറയണ്ടല്ലോ, അത് തൈരിന്ന് വായിച്ചാൽ മതി. അപ്പോൾ പിടികിട്ടി കൊടുക്കും എന്താണ് മലയാളി എന്ന്. മനസ്സിലായോ?